മറുത്തൊന്നും ചിന്തിക്കാതെ അവൾ ആ ചീരക്കെട്ട് പുറത്തെടുത്തു. കഴുകി വൃത്തിയാക്കി. മൂർച്ച വിട്ടുമാറാത്ത കത്തിക്കൊണ്ട് ശതവേഗത്തിൽ അവളത് അരിഞ്ഞു വെച്ചു. അവൾ അഗ്നികുണ്ഡം പുകച്ചുകൊണ്ടേയിരുന്നു. അവൾ മുൻവിധിച്ച വിധയിൽ തെല്ലുപോലും പതറിയില്ല. നോമ്പുകഞ്ഞി തിളച്ചു പൊങ്ങി. പാതി വേവും കടന്നു വന്ന ആ നോമ്പുകഞ്ഞി തീയിൽ നിന്നും പാത്രത്തിലേക്ക് കോരി വെച്ചു. ഉപ്പേരിയും അധിക സമയമെടുത്തില്ല. എരിഞ്ഞെരിങ്ങുന്ന തീവെളിച്ചത്തിൽ അരികിലുള്ള വിശുക്കുപ്പിയെ അവൾ തീക്ഷ്ണമായി നോക്കി നിന്നു. നിസ്സംശയം അവൾ ആ വിഷമെടുത്ത് ഉപ്പിയിൽ കലർത്തി. നോമ്പുകാരിയായിരുന്ന നഫീസുമ്മ ഫസീലയുടെ വിരുന്ന് വിളിയിൽ മയങ്ങി. നമ്പ്യാം കുന്നിലെ ഫസീലയുടെയും ബഷീറിന്റെയും വീട്ടിലെത്തി നോമ്പ് തുറന്നു. ക്ഷീണം മാറാൻ നോമ്പ് തുറന്നതിന് ശേഷം നഫീസുമ്മാക്ക് നോമ്പ് കഞ്ഞി പതിവായിരുന്നു. പതിവൊന്നും തന്നെ തെറ്റിയില്ല. നോമ്പുകഞ്ഞി കാത്തിരുന്ന നഫീസുമ്മയുടെ മുന്നിലേക്ക് അവൾ എടുത്തു വെച്ചത് വിഷം തെളിച്ചുപ്പേരിയും കഞ്ഞിയുമായിരുന്നു. അന്നായിരുന്നു തൻ്റെ അവസാന അത്താഴമെന്നറിയാതെ നഫീസുമ്മ കഞ്ഞി കോരി കുടിച്ചു. മതിയെന്നോണം തെല്ലു ബാക്കി വെച്ചു. മയങ്ങാനെന്ന വെണ്ണം നഫീസുമ്മ നടന്നു നീങ്ങി. മരണം നോക്കി നിന്ന ഫസീലയെയും ബഷീറിനെയും നിരാശരാക്കി നഫീസുമ്മ ആരോഗ്യത്തോടെ തന്നെ കട്ടിലിലേക്ക് നീങ്ങി. ഗൂഢാലോചനകൾ അടിമുടി തെറ്റിയ ഫസീലയും ബഷീറും അടുത്ത പദ്ധതിയിട്ടു. നഫീസുമ്മ പാതി മയക്കത്തിലേക്ക് തെന്നി വീണു. ഇതാണ് അവസരമെന്ന് മനസ്സിലാക്കിയ ബഷീറും ഫസീലയും മുദ്രപേപ്പറും ബാക്കി വെച്ച വിഷക്കുപ്പിയുമായി നഫീസുമ്മയുടെ അരികിലേക്ക് നടന്നു. രണ്ടാം ഊഴത്തിൽ പതരുതെന്നുറപ്പിച്ച ഫസീലയും ബഷീറും ബലം പ്രയോഗിക്കാൻ തുടങ്ങി. തഴമ്പ് വിട്ടുമാറാത്ത ബലിഷ്ഠമായ കൈകൾ കൊണ്ട് ബഷീർ ആ ചെളിവ് പറ്റിയ കൈകൾ ബലഹീനമാക്കിയപ്പോൾ ഫസീല വിഷം വായിലേക്ക് ഒഴിച്ചുകൊണ്ടേയിരുന്നു. മരണവെപ്രാളം തൻ്റെ റൂഹിൻ്റെ പാതി കവർന്നപ്പോഴും നഫീസുമ്മ പിടഞ്ഞുകൊണ്ടേയിരുന്നു. ആരും തന്നെ രക്ഷക്കെത്തിയില്ല. തൻ്റെ ദിക്റുമാലയുടെ അവസാന മുത്ത് വെണ്ണിപ്പാതിയാക്കിയപ്പോൾ നഫീസുമ്മ കണ്ണടച്ചു. ചൂട് വിട്ടുമാറും മുന്നേ ബഷീർ ആ ജീവനറ്റ വിരൽ മുദ്രപേപ്പറിൽ പതിപ്പിച്ചു. കുറ്റബോധം തൊട്ടു തീണ്ടാത്ത ബഷീറും ഫസീലയും നഫീസുമ്മയെ ചാക്കിലാക്കി റോഡരികിൽ കൊണ്ടിടാൻ തീരുമാനിച്ചു. ആത്മഹത്യയായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ഫസീല ആത്മഹത്യക്കുറിപ്പ് എഴുതി. തൊട്ടടുത്ത ദിവസം തന്നെ ബഷീർ കാറിൽ മണ്ണാർക്കാടടുത്ത് ആര്യമ്പാവ് ചെട്ടിക്കാടിൽ ചാക്ക് കൊണ്ടുപോയി ഉപേക്ഷിച്ചു. നഫീസുമ്മയുടെ മൊബൈൽ ഫോണും ചാക്കിൽ വെച്ചു. ശേഷം ബഷീർ തന്നെ വിവരം പോലീസിൽ അറിയിച്ചു. ഒരു നാട് മുഴുവൻ നഫീസുമ്മക്കായി അലഞ്ഞു.
ഫസീലയും ബഷീറും തിരച്ചിലിൽ പങ്കാളികളായി. 2 ദിവസത്തെ നീണ്ട തിരച്ചിലിനൊടുവിൽ ബോഡി കണ്ടെത്തി. അസ്വാഭാവിക മരണത്തിന് അന്ന് നാട്ടുകൽ പോലീസ് കേസെടുത്തു. എഴുത്തും വായനയും അറിയാത്ത നഫീസുമ്മ എങ്ങനെ കത്തെഴുതുമെന്ന ചോദ്യം ദൈവത്തിൻ്റെ കയ്യൊപ്പായി മാറി. നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ബഷീറും ഫസീലയും കുറ്റം സമ്മതിച്ചു. കോടതിയിൽ വരാന്തയിൽ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളൂ. ഞങ്ങൾ പുറത്തിറങ്ങി ഇനി എന്തെങ്കിലും ചെയ്യുന്നതാണ് വല്ല ഉദ്ദേശം.